നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. കാൽനട യാത്രക്കാർ സൈക്കിൾ ഇടിച്ച് കൊല്ലപ്പെട്ടാൽ ജീവപര്യന്തം തടവ്. കാൽനട യാത്രക്കാർക്ക് അപകടം വരുത്തുന്ന രീതിയിൽ സൈക്കിൾ ഓടിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുന്ന നിയമം ഇംഗ്ലണ്ടിലും വെയിൽസിലും നിലവിൽ വരുന്നു. ഇത്തരം അപകടങ്ങളിൽ കാൽനട യാത്രക്കാർ കൊല്ലപ്പെടുകയാണെങ്കിൽ സൈക്കിൾ ഓടിക്കുന്നവർക്ക് ജീവപര്യന്തം തടവ് ലഭിക്കും. നേരത്തെ അപകടകരമായതോ അശ്രദ്ധമായതോ ആയ സൈക്ലിംഗ് നടത്തുന്നവർക്ക് സാധാരണയായി പരമാവധി 2 വർഷത്തെ തടവ് ശിക്ഷയാണ് ലഭിച്ചിരുന്നത്. ഇത് അപര്യാപ്തമായ ശിക്ഷയാണെന്ന വിമർശനം നേരത്തെ ഉയർന്നു വന്നിരുന്നു. നിലവിലെ നിയമം 1860ലേതാണ്. ഗതാഗത സെക്രട്ടറിയായ ഹേഡി അലക്സാണ്ടറിന്റെ നേതൃത്വത്തിലാണ് കൂടുതൽ കുറ്റമറ്റ നിയമനിർമ്മാണം രൂപകൽപ്പന ചെയ്തത്. പുതിയ നിയമം നടപ്പിലാക്കുന്നതിനായി നിരവധി തലങ്ങളിൽ നിന്ന് ശക്തമായ ആവശ്യം ഉയർന്നു വന്നിരുന്നു. കാൽനട യാത്രയ്ക്കിടെ സൈക്കിൾ ഇടിച്ച് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ നിരന്തരമായി ഇതിനായി പ്രചാരണം നടത്തിയിരുന്നു. എന്നാൽ പുതിയ ഭേദഗതികളെ ചില സൈക്കിൾ യാത്രക്കാർ വിമർശിച്ചു. കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി കൂടുതൽ ആളുകൾ സൈക്കിളിൽ സഞ്ചരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കണം എന്ന നയമാണ് ലേബർ സർക്കാർ പിന്തുടരുന്നത്. അപകടകരമായ സൈക്ലിംഗ് പൂർണ്ണമായും അസ്വീകാര്യമാണെന്നും റോഡുകളുടെ സുരക്ഷ ഈ സർക്കാരിന്റെ പ്രധാന മുൻഗണനയാണെന്നും ഗവൺമെന്റ് വക്താവ് പറഞ്ഞു. ക്രൈം ആൻഡ് പോലീസ് ബില്ലിംഗിന്റെ ഭാഗമായി വ്യാഴാഴ്ചയാണ് പുതിയ നിയമം അവതരിപ്പിച്ചത്. കെന്റിലെ ഒരു കെയർ ഹോമിൽ നടത്തിയ പരിശോധനയിൽ CQC നടപടിയെടുക്കുന്നു. മാർച്ചിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് കെയർ ക്വാളിറ്റി കമ്മീഷൻ കെന്റിലെ ഗാലോലി കെയർ ഹോമിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ കണ്ടെത്തി. കെയർ ക്വാളിറ്റി കമ്മീഷൻ കെയർ ഹോമിനെ ഇൻഎഡിക്വേറ്റ് എന്ന് റേറ്റ് ചെയ്യുകയും പ്രത്യേക നിരീക്ഷണത്തിൽ കീഴിലാക്കുകയും ചെയ്തു. ശാരീരിക വൈകല്യം, ഡിമെൻഷ്യ പോലുള്ളവരെ പരിചരിക്കുന്ന ഈ കെയർ ഹോമിൽ ദയനീയമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി CQC കണ്ടെത്തി. ഒരു വ്യക്തിയുടെ ഇൻകോണ്ടിനൻസ് പാഡ് പതിവായി മാറ്റിയിരുന്നില്ല എന്നും ചിലർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും സ്വയം മാറേണ്ടി വന്നുവെന്നും ചില ജീവനക്കാർ അപമര്യാദയായി പെരുമാറുകയും ചെയ്തതായി കണ്ടെത്തി. CQC ഡെപ്യൂട്ടി ഡയറക്ടർ സെറീന കോൾമാൻ ഈ കെയർ ഹോമിൽ ജീവനക്കാർക്ക് അടിസ്ഥാന പരിചരണ ആവശ്യങ്ങൾ പോലും നിറവേറ്റിയിരുന്നില്ല എന്ന് പറഞ്ഞു. സംഭവത്തിൽ CQC ഗാലോലി കെയറിന് ഒരു മുന്നറിയിപ്പ് നോട്ടീസ് നൽകി. സേവനം മെച്ചപ്പെടുത്തുന്നത് നിരീക്ഷിക്കും. ജീവനക്കാർക്ക് കോളുകൾക്കിടയിൽ മതിയായ സമയം നൽകിയിരുന്നില്ല എന്നും മിസ് കോൾമാൻ പറഞ്ഞു. കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള പ്രക്രിയ ആരംഭിച്ചതായും അപ്പീൽ നൽകാൻ കെയർ ഹോമിന് അവകാശമുണ്ടെന്നും CQC കൂട്ടിച്ചേർത്തു. ഇന്നത്തെ ദേശീയ പത്രത്തിന്റെ 1-ാം പേജുകളിലെ പ്രധാന വാർത്തകൾ. ട്രംപിന്റെ ഉക്രൈനിലെ അധിനിവേശ പ്രദേശങ്ങൾ റഷ്യയ്ക്ക് നിലനിർത്താൻ അനുവദിക്കുന്ന പദ്ധതി ഉറച്ചതാണെന്ന് US ഉദ്യോഗസ്ഥർ ദി ടൈംസിനോട് പറഞ്ഞതായി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഈ നയം ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ ട്രംപിന്റെ സമീപനത്തെ സൂചിപ്പിക്കുന്നു. ഈ നയം റഷ്യയ്ക്ക് അനുകൂലമാണ്. ഇത് US ഉക്രൈൻ ബന്ധത്തെയും നാറ്റോയെയും സങ്കീർണമാക്കുകയും അന്താരാഷ്ട്ര വിവാദങ്ങൾക്ക് കാരണമാവുകയും ചെയ്തേക്കാം. ചാനൽ ക്രോസിംഗുകൾ വർദ്ധിച്ചതിനാൽ ഹോം ഓഫീസ് സ്വകാര്യ ഭവന ഉടമകളോട് അഭയാർത്ഥികൾക്ക് താമസ സൗകര്യം നൽകാൻ ആവശ്യപ്പെടുന്നതായി ഡെയിലി ടെലിഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. അനധികൃത കുടിയേറ്റം കൂടിയതോടെ താമസ കേന്ദ്രങ്ങൾ നിറഞ്ഞു. സ്വകാര്യ ഭവനങ്ങൾ ഉപയോഗിക്കാനുള്ള സർക്കാർ പദ്ധതി വിവാദമായേക്കാം. ഒയാസിസ് 16 വർഷത്തിനു ശേഷം വർക്കിംഗ് മെൻസ് ക്ലബിൽ പ്രകടനം നടത്തിയപ്പോൾ സമീപവാസികൾ ശബ്ദ മലിനീകരണത്തെക്കുറിച്ച് പരാതിപ്പെട്ടതായി ദി സൺ റിപ്പോർട്ട് ചെയ്യുന്നു. 1990കളിൽ പ്രശസ്തമായ ബ്രിട്ടീഷ് ബാൻഡായ ഒയാസിസിന്റെ പ്രകടനം ആരാധകർക്ക് ആവേശം പകർന്നെങ്കിലും രാത്രി വൈകിയുള്ള ശബ്ദം ഉറക്കം തടസ്സപ്പെടുത്തുന്നതായും ദൈനംദിന ജീവിതത്തെ ബാധിച്ചതായും സമീപവാസികൾ പരാതിപ്പെട്ടു. ഗാർഡിയൻ റിപ്പോർട്ട് പ്രകാരം EU 18 മുതൽ 30 വയസ്സുവരെയുള്ള ബ്രിട്ടീഷ് യൂറോപ്യൻ യുവാക്കൾക്ക് യൂറോപ്പിൽ സ്വതന്ത്രമായി യാത്ര ചെയ്യാനും ജോലി ചെയ്യാനും അനുമതി നൽകുന്നതിന് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാണ്. ബ്രെക്സിറ്റിന് ശേഷം അവസരങ്ങൾ നഷ്ടപ്പെട്ട യുവാക്കൾക്ക് ഈ നീക്കം പുതിയ സാധ്യതകൾ തുറക്കും. എന്നാൽ വിസ നിയന്ത്രണങ്ങളും തൊഴിൽ അവകാശങ്ങളും സംബന്ധിച്ച വിശദാംശങ്ങൾ അന്തിമമായിട്ടില്ല. ട്രംപിന്റെ ചൈനയ്ക്കെതിരായ തീരുവ നയത്തെ തുടർന്ന് ആപ്പിൾ അടുത്ത വർഷം മുതൽ US-ൽ വിൽക്കുന്ന എല്ലാ ഐഫോണുകളുടെയും അസംബ്ലിംഗ് ഇന്ത്യയിലേക്ക് മാറ്റാൻ പദ്ധതിയിടുന്നതായി ഫിനാൻഷ്യൽ ടൈംസ് വീക്കെൻഡ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിലെ ഫോക്സ്കോൺ, പെട്രോൾ തുടങ്ങിയ കമ്പനികൾ ഇതിനോടകം ഐഫോൺ ഉൽപ്പാദനം വിപുലീകരിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെങ്കിലും ചൈനയിലെ ആപ്പിൾ നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് തിരിച്ചടിയാകും. ബ്രിട്ടന്റെ ട്രെയിൻ സർവീസ് റദ്ദാക്കലുകൾ ഈ വർഷം 13% വർദ്ധിച്ചതായി iPaper റിപ്പോർട്ട് ചെയ്യുന്നു. 2025-ൽ ഏകദേശം 3,84,000 ട്രെയിനുകൾ റദ്ദാക്കപ്പെട്ടതായി പുതിയ ഡേറ്റ കാണിക്കുന്നു. സമരങ്ങൾ, സാങ്കേതിക തകരാറുകൾ എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഗവൺമെന്റിന്റെ ദേശസാൽക്കരണ വാഗ്ദാനം ഉണ്ടെങ്കിലും യാത്രക്കാർക്ക് വിശ്വാസ്യതയില്ലായ്മ തുടരുന്നു.
ഈ വർധന യാത്രാ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും പൊതുഗതാഗതത്തിന്റെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. വരുന്ന ആഴ്ചയിൽ താപനില 27 ഡിഗ്രി സെൽഷ്യസിലെത്തുമെന്ന് ഡെയിലി എക്സ്പ്രസ്. ഏപ്രിൽ അവസാനത്തെ ശരാശരിയേക്കാൾ 10 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാമാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കാം. യുക്മ ലൈസൺ ഓഫീസറായി മനോജ് കുമാർ പിള്ള. യുക്മ ലൈസൺ ഓഫീസറായി മുൻ ദേശീയ പ്രസിഡന്റും യുക്മ ചാരിറ്റി ഫൗണ്ടേഷൻ ട്രസ്റ്റ് ബോർഡ് അംഗവുമായ മനോജ് കുമാർ പിള്ളയെ യുക്മ ദേശീയ നിർവാഹക സമിതി നിയമിച്ചതായി ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ അറിയിച്ചു. 2022 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ലൈസൺ ഓഫീസറായി പ്രവർത്തിച്ച മനോജ് കുമാർ പിള്ളയുടെ പ്രവർത്തന മികവിനുള്ള അംഗീകാരം കൂടിയാണ് ഈ തുടർ നിയമനം. യുക്മയുടെ ആരംഭകാലം മുതൽ യുക്മ ഏറെ വെല്ലുവിളികൾ നേരിട്ട കാലയളവിൽ തികഞ്ഞ സമചിത്തതയോടെയും ദീർഘവീക്ഷണത്തോടും കൂടി സംഘടനയെ മുന്നോട്ട് നയിക്കുകയും പ്രവർത്തന മികവുകൊണ്ട് യുക്മയെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. ട്രാൻസ്പോർട്ട് രംഗത്തെ പ്രമുഖ കമ്പനിയായ ഗോ സൗത്ത് കോസ്റ്റ് ലിമിറ്റഡിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു. ഒരു തികഞ്ഞ കായികപ്രേമിയായ മനോജ് പ്രാദേശിക ക്രിക്കറ്റ് ലീഗിൽ കളിക്കുന്ന റോയൽ ചലഞ്ചേഴ്സ് ക്രിക്കറ്റ് ക്ലബ്ബ് ചെയർമാൻ സ്ഥാനം വഹിക്കുന്നു. യുക്മയുടെ പ്രവർത്തനങ്ങൾക്ക് കേരള, ഭാരത സർക്കാരുകളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിനും യുകെയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ, നോർക്ക, പ്രവാസി ഭാരതീയ സെൽ തുടങ്ങിയവയുമായി സഹകരണം ഉറപ്പാക്കുന്നതിനും മനോജിന്റെ പ്രവർത്തനങ്ങൾ സഹായകരമാകുമെന്ന് യുക്മ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ പറഞ്ഞു. യുകെയിൽ നേഴ്സിന് സസ്പെൻഷനും ജയിൽ ശിക്ഷയും വിധിച്ചു കോടതി. ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങി NHS ട്രസ്റ്റിനെ കബളിപ്പിച്ച ബാൻഡ് 7 നേഴ്സിന് കോടതി സസ്പെൻഷനും ജയിൽ ശിക്ഷയും വിധിച്ചു. നോർത്താംപ്ടൺ സ്വദേശിനിയായ ഷെർലറ്റ് വുഡ്വാർഡിനെയാണ് ജോലി ചെയ്യാതെ 57 ഷിഫ്റ്റുകൾക്കുള്ള ശമ്പളം വാങ്ങിയതിന് ശിക്ഷിച്ചത്. 2021 നവംബർ മുതൽ 2022 മാർച്ച് വരെയുള്ള വിവിധ ദിവസങ്ങളിൽ ഡ്യൂട്ടി ചെയ്തെന്ന് കാണിച്ച് ഏകദേശം 13,700 പൗണ്ട് രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. ഓക്സ്ഫർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് NHS ട്രസ്റ്റിന് കീഴിലുള്ള ദി ഹോർട്ടൺ ജനറൽ ഹോസ്പിറ്റലിലെ അത്യാഹിത വിഭാഗത്തിലായിരുന്നു ഷാർലറ്റ് ജോലി ചെയ്തിരുന്നത്. തട്ടിപ്പ് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് 2022 ഒക്ടോബറിൽ ട്രസ്റ്റ് ഇവരെ പിരിച്ചുവിട്ടു. എന്നാൽ കേസ് ഓക്സ്ഫർഡ് ക്രൗൺ കോടതിയിൽ എത്തുകയായിരുന്നു. പങ്കാളിയുടെ സാമ്പത്തിക ബാധ്യത തീർക്കാനാണ് കബളിപ്പിക്കൽ നടത്തിയതെന്ന് ഷാർലറ്റ് സമ്മതിച്ചു. വിചാരണയ്ക്കൊടുവിൽ കോടതി 8 മാസത്തെ ജയിൽ ശിക്ഷയും 18 മാസത്തെ സസ്പെൻഷനും വിധിച്ചു. കൂടാതെ 80 മണിക്കൂർ ശമ്പളമില്ലാതെ ജോലി ചെയ്യാനും കോടതി ആവശ്യപ്പെട്ടു. NHSൽ നിന്ന് വാങ്ങിയ പണം എത്രത്തോളം തിരികെ നൽകണമെന്ന് തീരുമാനിക്കാൻ ഓഗസ്റ്റിൽ വീണ്ടും ഹിയറിംഗ് നടത്തും. ചൂഷണമോ വിസ പ്രശ്നങ്ങളോ കാരണം ജോലിയില്ലാതെ കഴിയുന്ന കെയർ സ്റ്റാഫുകളെ സഹായിക്കുന്നതിന് സർക്കാർ ധനസഹായം പുതുക്കുന്നു. UK സർക്കാർ വിദേശ കെയർ വർക്കർമാർക്കുള്ള ഫണ്ടിംഗ് പുതുക്കി. ചൂഷണമോ വിസ പ്രശ്നങ്ങളോ മൂലം ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുകയാണ് ലക്ഷ്യം. തൊഴിലുടമകൾ മൂലം ജോലി നഷ്ടപ്പെടുന്ന കെയർ വർക്കർമാർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഈ പദ്ധതി സഹായിക്കും. ഈ ഫണ്ടിംഗ് പദ്ധതി തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന തൊഴിലുടമകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ലക്ഷ്യമിടുന്നു. വിദേശ തൊഴിലാളികൾക്ക് യുകെയിലെ കെയർ മേഖലയിൽ സുരക്ഷിതവും നിയമാനുസൃതവുമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. വിസ നിയമലംഘനം മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് പിന്തുണ, പരിശീലനം, ഉപദേശം എന്നിവ ലഭിക്കും. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും സുരക്ഷിത തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കാനും ഈ പദ്ധതി ശ്രമിക്കുന്നു. ഈ പദ്ധതിയിലൂടെ സർക്കാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും കെയർ മേഖലയെ കൂടുതൽ നീതിപൂർവവും സുസ്ഥിരമാക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാക്കുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാള UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.